ഹായ് ഫ്രണ്ട്സ്, ചട്ടിങ്കലത്തിൻ്റെയും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി കൊണ്ടൊരു ബിരിയാണി, വെളുത്ത ആവോലി കൊണ്ടുള്ള ബിരിയാണി. ആവോലി കറുത്തതുമുണ്ട് വെളുത്തതുമുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെളുത്ത ആവോലി വെച്ചിട്ടാണ്. നെയ്മീൻ വെച്ചിട്ടും മറ്റ് ഇഷ്ടമുള്ള മീനുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ്. ഏത് മീനാണെങ്കിലും മസാലയും പ്രിപ്പറേഷനും ഒക്കെ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായി ഇതിന് നമ്മൾ മീൻ വാങ്ങിയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നല്ലതായിട്ട് മസാലയൊക്കെ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒത്തിരി അങ്ങ് വലുതായിട്ട് ഫ്രൈ ചെയ്യത്തില്ല. അതിനോടൊപ്പം തന്നെ റൈസും നമ്മൾ കുക്ക് ചെയ്തെടുക്കും. റൈസ് ഒരു 75% വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ റൈസ് ഊറ്റിയെടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ഫിഷും അതിൻ്റെ മസാലയും ആയിട്ട് ലെയർ ചെയ്ത് ദം ചെയ്ത് ബിരിയാണി ഉണ്ടാക്കും. അപ്പം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ പ്രോസസ്സുകൾ, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും അത് നോക്കുക. അതനുസരിച്ച് ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുക. അതിനുശേഷം കുക്കിംഗ് ആരംഭിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു ബിരിയാണിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും മീനായതുകൊണ്ട് കുട്ടികൾക്ക് സേഫായിട്ട്, അതായത് ഇതിൻ്റെ മുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സോഫ്റ്റാണ് ആവോലിയുടെ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ലാതെ ആർക്കും കഴിക്കാവുന്ന ഒരു അടിപൊളി ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുന്നതിനോടൊപ്പം ഷെയർ ചെയ്യുക. എന്താണെന്ന് ഷെയർ ചെയ്യണം? വീഡിയോ മാത്രമല്ല, ബിരിയാണിയും ഷെയർ ചെയ്യുക. ജീവിതത്തിലെ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ചെയ്യുക.